ഓക്കെ, ഇനി നമ്മൾ 7th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 7th ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിങ്ങിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ടൊന്ന് വായിച്ചു നോക്കുക. Let the median and mean deviation about median of 7 observations 170, 125, 230, 190, 210 A, B, B 170 and 205 by 7. Then the mean deviation about mean of the 7 observations. ഇവിടെ പറയുന്ന കാര്യം എന്താ? അതായത് 7 ഒബ്സർവേഷൻസ് ഉണ്ട്. ആകെ 7 ഒബ്സർവേഷൻസ് ഉണ്ട്. അതെന്ന് പറയാം n അല്ലേ? അപ്പോൾ n എന്താ ഇവിടെ 7 ആണ്. ഓക്കെ, ആ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ xi അല്ലടാ. ആ xi ആരൊക്കെയാ? 170 ഉണ്ട്, 125 ഉണ്ട്, 230, 190, 210 A and B അല്ലേ? അല്ലേ? ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ ആദ്യത്തെ കാര്യം. പിന്നെ പറഞ്ഞ കാര്യം എന്താ? മീഡിയൻ ആരാന്ന് പറഞ്ഞിട്ടുണ്ട്. മീഡിയൻ ഈസ് 170. വേറെ ആരാ? മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ആരാ? 205 by 7 ആണ്. ഇത്രയും കാര്യം ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഗിവൺ ആണ് അല്ലേ? ആരെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ദെൻ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ഓഫ് ദീസ് ഫോളോയിങ് 7 ഒബ്സർവേഷൻസ്. ആരെ കാണണം? മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ കാണണം. എടാ, നമ്മളെ തന്ന ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തേ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ കാണണം, മീഡിയൻ അല്ല മീൻ കാണണം. അപ്പോൾ ആദ്യം ആലോചിച്ച് നോക്ക്, ഇവിടെ അൺനോൺ ആയിട്ട് ആരുണ്ട് അവിടെ? എയും ബിയുള്ളേ. സോ ആദ്യം ആരെ കാണേണ്ടി വരും അവിടെ? എനെയും ബീനെയും കാണേണ്ടി വരൂലേ? ആ എനെയും ബീനെയും കാണാനാണ് ഈ ഒരു ഇൻഫോർമേഷൻ തന്നിട്ടുള്ളത്. ഓക്കെ, എങ്ങനെ നമുക്ക് ഇൻഫോർമേഷൻ യൂസ് ചെയ്യാം? എന്നിട്ട് എന്ത് ചെയ്യാം? എനെയും ബീനെയും കാണണം ആദ്യം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ കാണുന്ന ഇക്വേഷൻ? സമ്മേഷൻ ഓഫ് xi മൈനസ് എം ബൈ എൻ അല്ലേ? നമുക്ക് അറിയുന്ന ഇക്വേഷനാണ്. ഇനിയാ സമ്മേഷൻ ഓഫ് xi മൈനസ് എം എന്ന് പറഞ്ഞാൽ ആദ്യം ആരെ കാണണം? xi മൈനസ് എം കാണണ്ടേ? എന്നിട്ട് അയാളുടെ സമ്മ് കണ്ട പോലെ. നോക്കുക, xi മൈനസ് എം കാണാം, പിന്നെ എന്ത് ചെയ്യുക? അയാളുടെ സമ്മ് കാണാം. അതല്ലേ സമ്മേഷൻ ഓഫ് xi മൈനസ് എം. അപ്പോൾ ആദ്യം ആരെ കാണാം? xi മൈനസ് എം കാണാം. മോഡലസ് ഉണ്ട് കേട്ടോ, നെഗറ്റീവ് ആകാൻ പാടില്ല, നെഗറ്റീവ് യൂസ് ചെയ്യാൻ പാടില്ല. ഇനി എന്താ xi മൈനസ് എം? ഇത് xi അല്ലേ? എം അറിയാലോ, രണ്ടും സബ്ട്രാക്ട് ചെയ്യുക, വേറെ ഒന്നുമില്ല. സോ 170 സബ്ട്രാക്ട് ചെയ്തെന്ന് എല്ലാതും എന്താ വരിക? 170 മൈനസ് 170 0, 120 മൈനസ് 170 നെഗറ്റീവ് വേണ്ട, അപ്പം എന്തായി? 45. Then 230 minus 170 60, 190 minus 170 20, then 40, then the 170 minus A, then 170 minus B ആണെന്ന് നമുക്കറിയാം. അത് കിട്ടി അല്ലേ? ഇനി എന്ത് വേണം? സമ്മേഷൻ ഓഫ് xi മൈനസ് എം വേണ്ടേ? ഇതല്ലേ xi മൈനസ് എം. സമ്മേഷൻ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഒന്ന് ആഡ് ചെയ്താൽ പോരെ. എന്താ വരിക? സമ്മേഷൻ ഓഫ് xi മൈനസ് എം എന്താ വരിക? 45 പ്ലസ് 50 60, 105, 125, 165 അല്ലേ? 165 പ്ലസ് എടാ ഇതും ആഡ് ചെയ്യണ്ടേ? അപ്പം എന്താ വരിക? 170 പ്ലസ് 170 340 മൈനസ് എ മൈനസ് ബി എന്താ? മൈനസ് ഓഫ് എ പ്ലസ് ബി അല്ലേ? കിട്ടിയല്ലോ. സമ്മേഷൻ ഓഫ് xi മൈനസ് എം കിട്ടി. ഞാൻ പുതിയൊരു പേജ് എടുക്കുകയാണ്. സമ്മേഷൻ ഓഫ് xi മൈനസ് എം എന്താ കിട്ടിയത്? 165 പ്ലസ് 340 മൈനസ് ഓഫ് എ പ്ലസ് ബി ആണ് കിട്ടിയത് അല്ലേ? ഇനി എന്താ ക്വസ്റ്റ്യനിൽ വേറെ പറഞ്ഞ കാര്യം? ഇത് xi മൈനസ് എം അല്ലേ? ഇനി മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ കാണുന്ന ഇക്വേഷൻ എന്താടാ? സമ്മേഷൻ ഓഫ് xi മൈനസ് എം ബൈ എൻ അല്ലേ? എന്താ വരിക? സമ്മേഷൻ ഓഫ് xi മൈനസ് എം ഇതാണ് 165 പ്ലസ് 340 മൈനസ് എ പ്ലസ് ബി ബൈ എൻ എന്താ? എൻ 7 അല്ലേ? ഇതെന്താന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാ? ക്വസ്റ്റ്യനിൽ വൃത്തിയായിട്ട് പറഞ്ഞിട്ട് എന്താണ്? 205 by 7 ആണ്. 205 by 7 ആണ്. 7ഉം 7ഉം കട്ട് ചെയ്യാലോ അല്ലേ? ഇനി നോക്കാം, ഈ മൈനസ് എ പ്ലസ് ബി ഇങ്ങോട്ട് പോയാൽ പ്ലസ് എ പ്ലസ് ബി ആയി. 205നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പം എന്തായി? 165 പ്ലസ് 340 മൈനസ് 205 എന്താ? എ പ്ലസ് ബി. അങ്ങനെ പറ, എ പ്ലസ് ബി എന്താ വരിക? 165 മൈനസ് 205 എന്താ? മൈനസ് 40 ആണ്. 340 മൈനസ് 40 എന്താ? 300 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തപ്പം എൻ്റെ ഒരു ദൗത്യം എന്തായിരുന്നു? ഈ കാണുന്ന ഇൻഫോർമേഷൻ ഉപയോഗിച്ച് ആരെ കാണണം? എയും ബിയും കാണണം. പക്ഷേ എയും ബിയും ഒരുമിച്ചൊന്നും കിട്ടിയില്ല. ആരെ കിട്ടി? എ പ്ലസ് ബി കിട്ടി അല്ലേ? എ പ്ലസ് ബി എന്താ? 300 ആണ്. അത് മതിയാവും നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് എത്താൻ ആര് മതി? എ പ്ലസ് ബി മതി. അതുകൊണ്ടല്ലേ അത് മാത്രം കിട്ടിയത്, അല്ലെങ്കിൽ എയും ബിയും സെപ്പറേറ്റ് ആയി കിട്ടുമായിരുന്നു. ഓക്കെ, ഇനി എന്ത് കിട്ടി? എ പ്ലസ് ബി കിട്ടി. എ പ്ലസ് ബി ആരാ? 300 ആണ്. ഇനി ആരെ കാണേണ്ടതാ? മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ അല്ലേ? ഈ ക്വസ്റ്റ്യനിൽ ആരെ കാണണം? മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണണം. ഇക്വേഷൻ എന്താ? സമ്മേഷൻ ഓഫ് മോഡുലസ് ഓഫ് xi മൈനസ് എക്സ് ബാർ ബൈ എൻ
അല്ലേ? സോ ഇത് കണ്ടുപിടിക്കാൻ ആര് വേണടാ? സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ആദ്യം കാണണം അല്ലേ? എന്നെ ഓൾറെഡി അറിയാം എന്നെന്താ 7 ആണ്. ഇനി സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ കാണണമെങ്കിൽ അവിടെ ആര് വേണം? എക്സ് ഐ മൈനസ് എക്സ് ബാർ വേണ്ടേ? അഗെയിൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ വേണമെങ്കിൽ അവിടെ ആര് വേണം? എക്സ് ബാർ വേണ്ടേ? അല്ലേ? നോക്കാം, സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ കാണണം. അപ്പോൾ അവിടെ എക്സ് ഐ മൈനസ് എക്സ് ബാർ വേണം. എക്സ് മൈനസ് എക്സ് ബാർ വേണം. എക്സ് ഐ മൈനസ് എക്സ് ബാർ വേണമെങ്കിൽ അവിടെ ആര് വേണം? എക്സ് ബാർ വേണം. ഇനി എക്സ് ബാർ എങ്ങനെയാണ്? എക്സ് ബാർ കാണാനുള്ള ഇക്വേഷൻ, എക്സ് ബാർ മീൻ അല്ലടാ. മീൻ കാണാൻ എന്ത് ചെയ്യുക? എല്ലാത്തിനെയും സം ചെയ്യുക, ഡിവൈഡ് ബൈ എൻ അല്ലേ? സമ്മേഷൻ ഓഫ് എക്സ് ഐ ബൈ എൻ. അപ്പോൾ എന്താ വരിക? സമ്മേഷൻ ഓഫ് എക്സ് ഐ ഇതെല്ലാം ആഡ് ചെയ്യുക അല്ലേ? എന്താ എല്ലാം ആഡ് ചെയ്യുമ്പോൾ വരിക? 170 പ്ലസ് 125 പ്ലസ് 230 പ്ലസ് 120 പ്ലസ് 210 എന്താ വരിക? യെസ്, അത് വരിക 925 വരെ കേട്ടോ. അതായത് ഇതാ 174 പ്ലസ് 125 295 പ്ലസ് 230 പ്ലസ് 190 പ്ലസ് 210 എന്ത് വരും? 925 വരും. അപ്പോൾ എന്തൊരു എക്സ് ബാർ ഈക്വൽ ടു 925 പ്ലസ് അടുത്ത ആരെ വരിക? എടാ ഇവിടെ ഒരു എയും ബിയും ഇല്ലേ, അതും കൂടി ആടേണ്ടേ? പ്ലസ് എ പ്ലസ് ബി ബൈ എൻ അല്ലേ? എൻ ആരാ? 7 വരും അല്ലേ? അപ്പം എന്താ ഇതെല്ലാം ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്തെന്താ? 170 പ്ലസ് 125 പ്ലസ് 230 പ്ലസ് 190 പ്ലസ് 210 എന്ത് കിട്ടി? 925 കിട്ടി. പ്ലസ് എ പ്ലസ് ബി അത് ഞാൻ കൊടുത്തു ബൈ എൻ അല്ലേ? ദെൻ എടാ 925 പ്ലസ് ആരാണ് എ പ്ലസ് ബി? 300 അല്ലേ? എ പ്ലസ് ബി ആരാ? 300 അല്ലേ? കൊടുക്കുക 300 ബൈ 7. അപ്പോൾ എക്സ് ബാർ എന്ത് കിട്ടും? 925 പ്ലസ് 300 1225 ബൈ 7 എന്ത് കിട്ടും? 177 ദെൻ 52 7 5 കിട്ടും അല്ലേ? ആൻസർ എന്താ? 175. അപ്പോൾ എക്സ് ബാർ എന്ത് കിട്ടി? 175 കിട്ടി അല്ലേ? എക്സ് ബാർ ഈസ് 175. ഇനി ആരെ കാണടാ? സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ബൈ എൻ അല്ലേ? സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ബൈ എൻ അതെങ്ങനെ ചെയ്യാം? സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ആണെങ്കിൽ ആദ്യം ആര് വേണം? എക്സ് ഐ മൈനസ് എക്സ് ബാർ വേണം. അപ്പോൾ എക്സ് ഐ ആരാ? ഞാൻ എക്സ് ഐനെ ഒന്നുകൂടി എഴുതാം. എക്സ് ഐ ആരൊക്കെയാ? നമ്മൾ ഡീറ്റെയിൽസ് ഉണ്ട്. 170 125 230 190 210 210 എ ആൻഡ് ബി ഇതാണ് എക്സ് ഐ അല്ലേ? ഇനി ആര് വേണം? എക്സ് ഐ മൈനസ് എക്സ് ബാർ വേണ്ടേ? എക്സ് ഐ മൈനസ് എക്സ് ബാർ. എഗെയിൻ എക്സ് ബാർ ആരോടെ? എക്സ് ബാർ ആരാ? 175 അല്ലേ? അപ്പം എന്താ വരും? 175 മൈനസ് 75 ഇത് 175 മൈനസ് 125 50 ആണ്. ഇതെന്ത് വരും? 175 180 55 വരും. ഇതെന്ത് വരും? 175 മൈനസ് 190 എന്താ? 15. നെഗറ്റീവ് വാല്യൂസ് എടുക്കണ്ടേ? പിന്നെ 175 180 ദെൻ 310 ദെൻ 170 മൈനസ് എ 170 മൈനസ് ബി വരും അല്ലേ? നോക്കുക 170 ഉണ്ട്. 175 ആണ്. 175 മൈനസ് എ 175 മൈനസ് ബി. എന്തുകൊണ്ടാണ് മക്കളെ? എടാ എക്സ് ബാർ 175 അല്ലേ? ആ എക്സ് ബാറിന് എന്ത് ചെയ്യുക? എക്സ് ഐ എന്ന് കുറക്കുക. അവിടെ നെഗറ്റീവ് ഉണ്ടാകാൻ പാടില്ല അല്ലേ? അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? എന്തുകൊണ്ട് നെഗറ്റീവ് ഉണ്ടാകാൻ പാടില്ലാത്തത്? മോഡുലസ് ആണ്, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ 175 മൈനസ് 175 175 മൈനസ് 125 50 അങ്ങനെ എല്ലാം ഞാൻ എഴുതി അല്ലേ? ഇനി ആരെ കാണടാ? നമ്മുടെ ആൻസർ എന്താ? സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടേ എന്ത് വരിക? ഇത് 55 പ്ലസ് 110 വരും അല്ലേ? 125 130 ആൻഡ് 160 വരും. പ്ലസ് 170 പ്ലസ് 175 പ്ലസ് 175 എന്താ? 350 മൈനസ് എ മൈനസ് ബി മൈനസ് ഓഫ് എ പ്ലസ് ബി അല്ലേ? അപ്പം എന്ത് വരടാ? 160 പ്ലസ് 350 എടാ മൈനസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആരെ കിട്ടിയിട്ടുണ്ട്? ഓൾറെഡി 300 കിട്ടിയില്ലേ? അപ്പോൾ എന്താ? 300. അപ്പോൾ എന്തെന്നു? 160 പ്ലസ് 50 അല്ലേ? ഇതാരാ? 210 അല്ലേ മക്കളെ? അല്ലേ? അങ്ങനെയെങ്കിൽ കാണണ്ടെന്താ? സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ബൈ എൻ അല്ലേ വരിക? എന്താ വരിക? ബൈ എൻ 210 ബൈ എൻ എന്താ? 7 അല്ലേ? ആൻസർ എന്താ? 30 ആണ്. 30 അല്ലേ? സോ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ 30 ആണ്. ഇത് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അതായത് നമ്മൾ ഓൾറെഡി NCERT-യിലുള്ള ഇക്വേഷൻസ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ, വേറെ ഒന്നും യൂസ് ചെയ്തില്ല. സോ അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 7ൻ്റെ ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.